ഗൈസ്, അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ എത്തിയിട്ടുണ്ട് ലൈറ്റ് ഹൗസിൽ. ഇത് ഈ പുറകെ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. വിൻഡോ ഓപ്പൺ ആക്കിയിട്ടേക്കൊന്നും താഴെ കുറേ കടച്ചിട്ടൊക്കെ വരും. നമ്മൾ ഏകദേശം ഇതിപ്പോൾ എത്രാമത്തെ ഫ്ലോർ എന്നൊക്കെ അറിയോ? പയ്യ ഗൈസ്, നമ്മൾ എന്നല്ലേ അതെ, തലേന്ന് ഇടിക്കാതെ കയറണം. സ്പേസ് തീരെ കുറവ്. വണ്ണമുള്ളവർ എങ്ങനെ കയറൂടാ? അതാ, വണ്ണമുള്ളവർക്ക് കയറാൻ പറ്റില്ല. ഈ വെയില് മാളത്തിൽ നെയ്ലിയൊക്കെ പൊങ്ങിയിരുന്ന ഇപ്പം നല്ല കാറ്റുണ്ടല്ലേ. Los Angeles. What are you filming? Just for YouTube. Which YouTube channel? Hide and Jiggy. Show from Hide and I Jiggy. watched you guys already. Yeah. Yeah. Okay. I'm pretty sure. Well, not for LLP, because obviously you're making an LLP video. but I've been watching this one. എന്താ ഷായിട്ട് പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. Okay. So I think I've watched you guys. Okay. Bye. ഹായ് ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴയാണ്. ഹാരിസിൻ്റെ വീട്ടിലാണ്. ഹായ്. ഞങ്ങൾ രണ്ടുപേരും ആലപ്പുഴക്കാരാണെങ്കിലും ഇതുവരെ ആലപ്പുഴ ലൈറ്റ് ഹൗസ് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. അപ്പം നമുക്ക് ഇന്ന് ആലപ്പുഴ ലൈറ്റ് ഹൗസ് കാണാം. നിങ്ങളെയും കാണിക്കാം. ഞങ്ങൾക്ക് ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്. മുപ്പാലമെത്തി. മുപ്പാലത്തിനടുത്താണ് ലൈറ്റ് ഹൗസ്. അത് മുപ്പാലമല്ല, ഇപ്പം 4 പാലമല്ലേ? ഇപ്പം 4 പാലമായി. അടിപൊളി. രാത്രി നൈറ്റ് വ്യൂ നല്ല രസമാണ്. ഗൈസ്, അപ്പോൾ നമ്മളിത് ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ ഒരു ഇത് നമുക്ക് പോയി കാണാം. ഇത്രയും വലിയൊരു ഗേറ്റ് ഉണ്ട്. പക്ഷേ ഈ ഗേറ്റ് വഴി നമ്മൾ കയറ്റൂല. നമുക്ക് കയറാൻ അവിടെ ഒരു കുഞ്ഞ് ഗേറ്റ് ഉണ്ട്, അതുവഴിയേ കയറാൻ പറ്റും. ലൈറ്റ് ഹൗസിൻ്റെ സന്ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 9 മുതൽ 11:45 വരെയും അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:30 വരെയാണ്. അതുപോലെ തിങ്കളാഴ്ച സന്ദർശകർക്ക് ലൈറ്റ് ഹൗസിൽ പ്രവേശനമില്ല, അവധിയാണെന്ന്. മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയും അതുപോലെ വിദേശികൾക്ക് 50 രൂപയാണ് ഇവിടെ ടിക്കറ്റ് നിരക്കുകൾ. ഫോട്ടോഗ്രാഫിക്ക് എക്സ്ട്രാ 10 രൂപ നമ്മൾ കൊടുക്കണം. നമ്മൾ 50 രൂപ കൊടുത്ത് 2 പേർക്കുള്ള ടിക്കറ്റും അതുപോലെ ക്യാമറ പാസും എടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഗൂഗിൾ പേ ഇല്ല, ഓൺലി ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം ക്യാഷായിട്ട് വരിക വരുമ്പോൾ. ഇവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു വാക്ക് ഉണ്ട്. ഈ വാക്ക് വയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിൽ ഫുള്ള് ഇങ്ങനെ സ്റ്റോൺസ് വെച്ചിരിക്കുകയാണ്, കണ്ടോ? ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് അക്യുപ്രഷർ വാക്കുകയാണ്. അത് നമ്മുടെ കാലിന് ഉരുളങ്കൽ തള്ളുന്നത്. എടാ വെച്ച് വെറും ഉരുളങ്കല്ലല്ലത്, അത് പ്രത്യേകതര ഉരുളങ്കല്ലാണ്. അതെ, പ്രത്യേക ഉരുളങ്കല്ല. അത് പാറ വെച്ചല്ല ഉണ്ടാക്കിയിരിക്കുന്നത്, സ്വർണ്ണം കൊണ്ട് ഉണ്ടാക്കിയേക്കും. ഇത് പക്ഷേ ആക്ച്വലി നല്ല കേട്ടോ. നമ്മൾ അക്യുപ്രഷർ നടപ്പാതെയാണ്. ഇവൻ ഇങ്ങനെയൊക്കെ പറയും, പൊട്ടനവൻ. ഇത് നമുക്ക് കാലിന് നല്ല മസാജ് കിട്ടും, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും, ബോഡിക്ക് ഫുള്ളി നല്ലതാണ്. അതിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതും ബോഡിക്ക് വളരെ നല്ലതാണ്. അതെ, സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോൾ ഭയങ്കര വളരെ നല്ലതാണ്. ഇവിടെ പിന്നെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടല്ലേ? അതെ, ഇവിടെ ഒരു ചെറിയൊരു ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട്. ദയവായി സ്പർശിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു മാനിൻ്റെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ദയവായി സ്പർശിക്കരുത്, അതുകൊണ്ട് ആരും സ്പർശിക്കത്തില്ല. ഒരു ആനയുണ്ട്, ആന. കുട്ടിശങ്കരനോ? കുട്ടികളുടെ പാർക്കിൽ 12 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് മാത്രമേ കളിക്കാനും അത് യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ. പാരൻസായിട്ട് വരുന്നവർക്ക് കയറാം, പക്ഷേ എന്നതിൽ ആടാൻ പറ്റത്തില്ല. ഊഞ്ഞാലിൽ പോലും ആടാൻ പറ്റത്തില്ല. ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ ചെറിയൊരു മ്യൂസിയം ഉണ്ട്. പഴയകാലത്ത് ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന ലെൻസും ലൈറ്റ് ഹൗസിൻ്റെ ചരിത്രമൊക്കെയാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. 2012 ഡിസംബർ 23 ശ്രീ മിലിന്ദ് ദേവറയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്.
നമ്മളിപ്പം മ്യൂസിയത്തിൻ്റെ അകത്താണുള്ളത്. ഇവിടെ ലൈറ്റിൻ്റെ ഒരു വലിയ സെറ്റപ്പ്. ഇത് ലൈറ്റല്ലേ ഇത്? പണ്ടത്തെ ലൈറ്റാണ്. ഇപ്പോഴത്തെ ലൈറ്റ് സിംഗിൾ ബൾബ് ഇരുന്ന് റൊട്ടേറ്റ് ചെയ്യണം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് എല്ലാ സൈഡിലേക്കും സെപ്പറേറ്റ് ലാമ്പാണ്. അതെ, ഹെവി ഐറ്റമാണ് ഈ സംഭവം. എനിക്ക് താഴത്ത് മറ്റേ പല്ലും സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൈറ്റും കറങ്ങുമെന്ന് തോന്നുന്നു. കറങ്ങും. ഇത് കറങ്ങാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണിത്. ഇതിൻ്റെ അകത്തൊരു സംഭവമുണ്ട്. ഇത് കൂടാതെ വേറെ കുറേ പണ്ടത്തെ പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്കത് ഓരോന്നായിട്ട് കാണാം. ഇത് 1962 മുതൽ 98 വരെ ഉപയോഗിച്ചിട്ടുള്ള റീവൈൻഡിങ് സിസ്റ്റം, ക്ലോക്ക് വർക്ക് റീവൈൻഡിങ് സിസ്റ്റം. ഇത് വൈപ്പിൻ ലൈറ്റ് ഹൗസിൽ ഉണ്ടായിരുന്നതാണ്. ലാമ്പ് ചേഞ്ചർ എന്താണെന്നറിയാവോ? ഒരു ബൾബ് ലോങ് ടൈം കത്തുമ്പോൾ പെട്ടെന്ന് അടിച്ചു പോകത്തില്ലേ? അപ്പം ഇതിൽ സ്റ്റാൻഡാണ്. അല്ല, ഇതിൽ 2 ബൾബുണ്ട്. ഇതിനൊരു ടൈമിങ് കാണും. കുറച്ച് സമയത്ത് കത്തി കഴിഞ്ഞാൽ അത് ഓഫായിട്ട് അടുത്തത് കത്താനായിട്ട്. അതെ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിച്ചു പോകത്തില്ലേ? ഇപ്പോഴാണ് ചെറിയൊരു ബോർഡിന്റെ ആവശ്യമുള്ളൂ. പണ്ടത്തെ ആയതുകൊണ്ട് ഇത്രയും വലിപ്പം. പിന്നെ ഇതൊരു ദൂരദർശിനിയാണ്. ടെലിസ്കോപ്പ്. ഇത് നമുക്ക് അതിൽ കൂടെ നോക്കാൻ പറ്റുന്ന വിധത്തിലൂടെ ഡിസ്പ്ലേ ചെയ്തിരുന്നത് നല്ലതാണ്. ചിലപ്പം ഇത് സൺവാൽവ് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ ടൈപ്പ്. അതെന്താന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. സംഭവം നടക്കില്ലേ? ഇതിന്റെ ചില്ല് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഇതിന്റെ ചില്ല് കണ്ടിട്ട് മനസ്സിലായില്ലേ? അക്വേറിയം അല്ലേ? അല്ല, പണ്ടത്തെ റാന്തൽ വിളക്ക്. ഇതും സൺവാൽവ് വെർട്ടിക്കൽ എക്സ്പാൻഷൻ. ഇത് ഹൊറിസോണ്ടൽ എക്സ്പാൻഷൻ, ഇത് വെർട്ടിക്കൽ എക്സ്പാൻഷൻ. എടാ, ഇത് ഗ്യാസ് ഫ്ലാഷറാണ്. ലൈറ്റാണ്. മറ്റേ ഫ്ലാഷ് ലൈറ്റാണിത്. ഇത് ബൾബാണ്. ഗ്യാസ് വെച്ച് വർക്ക് ചെയ്യുന്ന ബൾബാണിത്. ഗ്യാസ് വരാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഇതും ഗ്യാസ് ഫ്ലാഷറാണ്. ഇത് വേറൊരു ടൈപ്പ് ഗ്യാസ് ഫ്ലാഷർ. ഇത് 3 പോയിന്റ് ലാമ്പ് ചേഞ്ചർ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 3 ബൾബുണ്ട്. അത് മാറി മാറി വർക്ക് ചെയ്യാനുള്ള സാധനമായിരിക്കും ഇത്. സ്പിരിറ്റ് ജഗ്. എൻ്റെ മോനെ, ഇത് വാറ്റാണെന്ന് തോന്നുന്നു. പണ്ട് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് വാറ്റടിക്കാനുള്ളായിരുന്നു. കോപ്പർ പാൻ. ഇത് അഴീക്കോട് ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന ലാമ്പ് ചേഞ്ചറാണ്. നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടെ ചെറുതാണ്. ഇത് പെട്രോളിയം വേപ്പർ ബർണറാണ്. മറ്റേ പെട്രോളിയം കത്തിക്കുന്ന മറ്റേ പണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഇച്ചിരി കൂടെ വലുത്. അതിൻ്റെ വലുത്. ഇതും പെട്രോളിയം വേപ്പർ ബർണറാണ്. ഇതും അത് തന്നെയാണ്. ഇത് വേപ്പറൈസറാണ്. ആലപ്പുഴ ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന ലാമ്പ് ചേഞ്ചർ. ഇത് 1962 മുതൽ 98 വരെ ഉപയോഗിച്ചിരുന്നു. 98 ടൈപ്പും ടെക്നോളജി മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇത് കണ്ടിന്യൂസ് റണ്ണിങ് ഒപ്റ്റിക് റിവോൾവിംഗ് മോട്ടേഴ്സ് യൂസ്ഡ് അറ്റ് അഴീക്കോട് ലൈറ്റ് ഹൗസ്. ഇത് ലൈറ്റ് കറങ്ങാനുള്ള മോട്ടറാണ്. ഓക്കെ. 360 ഡിഗ്രി കറങ്ങണ്ടേ, അതിനുള്ള മോട്ടറാണ് ഇത്. എല്ലാം 98 എനിക്കൊന്ന് നവീകരിച്ചു തോന്നുന്നു. ഇതെന്താ സാധനം? ആദ്യകാലത്ത് തീ വെച്ച് ലൈറ്റ് കത്തിക്കാൻ ഉണ്ടാക്കിയിരുന്ന സാധനമായിരിക്കും ഇത്. ഇതിന്റെ മിനിയേച്ചർ ആയിരിക്കും. ഇതല്ല, ഇത് വേറെ മറ്റേ ഇതിന്റെ എന്തെങ്കിലും സാധനമായിരിക്കും ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ലൈറ്റ് ഹൗസിന്റെ എന്തെങ്കിലും സംഭവം ഇവിടെ ലൈറ്റ് ആയിരിക്കും വരുന്നത്. എന്തോ ഒരു സാധനം, ഞങ്ങൾക്കറിയത്തില്ല എന്താന്ന്. അതിനകത്തൊരു ചുമല LED ഒക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണേ. എന്താ സാധനം? ഇത് ഡ്രം ഒപ്റ്റിക്ക്. ഇത് ലെൻസാണ്. ചെറിയ ബൾബല്ലേ ഉപയോഗിക്കുന്ന പണ്ടത്തെ, പവറില്ല. അപ്പോൾ അതിനെ കൂടുതൽ ദൂരത്തേക്ക് എത്തിക്കാനുള്ള ലെൻസാണ്. പോസ്റ്റൽ വെയിങ് ബാലൻസ് യൂസ്ഡ് അറ്റ് ആലപ്പി ലൈറ്റ് ഹൗസ്. വെയിറ്റ് നോക്കാനുള്ള സാധനം പോസ്റ്റലിനെ. മോനെ, അലാദിൻ ലാമ്പടാ. ഇതിൽ വരച്ച അലാദിൻ വരുമോ? വരും. അലാദിൻ അല്ല, ഭൂതം വരണേ. ഗൈസ്, ആലപ്പുഴ ലൈറ്റ് ഹൗസിന്റെ മ്യൂസിയത്തിൽ ഒരു അലാദിൻ ലാമ്പുണ്ട്. നമ്മൾ ഇതിൽ വരച്ചു കഴിഞ്ഞാൽ അലാദിൻ വരും. നമുക്ക് അലാദിൻ ഭൂതം വരുള്ളൂ. അലാദിൻ നമുക്ക് വേണ്ട വരങ്ങളൊക്കെ തരും. വരങ്ങൾ കണ്ടോ? പക്ഷെ ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ അല്ലല്ലോ നമ്മൾ സിനിമയെ കണ്ടത്. പെഡസ്റ്റൽ റൊട്ടേറ്റിംഗ് ബീക്കൺ യൂസ്ഡ് അറ്റ് കവരത്തി ലൈറ്റ് ഹൗസ്, ലക്ഷദ്വീപിലെ സാധനം. എയർ ഓയിൽ കണ്ടെയ്നേഴ്സ് ഫോർ പെട്രോളിയം വേപ്പർ ബർണർ. കണ്ടെയ്നറാടാ, എയർ ഓയിൽ കണ്ടെയ്നർ. ഈ ഒരു സാധനം കണ്ടോ? ഇത് നമ്മൾ മറ്റേ ചാർലി ചാപ്ലിൻ്റെ സിനിമയിൽ ഇങ്ങനെ മറ്റേ ഫാക്ടറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്ന സാധനം. അതുപോലെ ഒരു ഐറ്റം. അതിൻ്റെ പേരെന്താണെന്ന് വിചാരിച്ചിട്ട് പേരെന്താണെന്നൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇത് നോക്കടാ, റേഡിയോ ബീക്കൺ ട്രാൻസ്മിറ്റർ യൂസ്ഡ് അറ്റ് അഴീക്കോട് ലൈറ്റ് ഹൗസ്. ഇതും 98 വരെ ഉണ്ടായിരുന്ന സാധനമാണ്. ഇതെന്താ സംഭവം? ഇത് റേഡിയോ ബീക്കൺ ട്രാൻസ്മിറ്റർ. ഇതിൽ മറ്റേ റേഡിയോ സംഭവമായിരുന്നു അല്ലേ?
കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. ഇത്രയും വലിയ സാധനമോ? പണ്ട് ഒരു മൊബൈൽ എടുത്ത് അങ്ങോട്ട് കുത്തിയാൽ പോരെ. 98 ഈ ഒരു സാധനം നേരത്തെ നമ്മൾ മൊത്തമായിട്ട് കാണിച്ചായിരുന്നു. ഇതെന്ന് പറയുന്നത് ഈ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായത്, അതായത് ആലപ്പുഴയിലെ 1862 ഇത് കമ്മീഷൻ ചെയ്യുന്നത്. അന്ന് ഉപയോഗിച്ചിരുന്ന വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിക്കുന്ന ലൈറ്റാണിത്. ഇതിൽ 9 വെളിച്ചെണ്ണ തിരിവിളക്കുകളായിരുന്നു. അത് നമുക്ക് മുകളിൽ കയറിയിട്ട് കാണാൻ പറ്റും. ഇത് കാസർഗോഡ് ലൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്ന പെഡസ്ട്രൽ റൊട്ടേറ്റിംഗ് ബീക്കണാണ്. ഇതോ എന്ന് വെച്ചാൽ സെയിം സാധനം തന്നെ. മറ്റേ ലക്ഷദ്വീപിലെ നമ്മൾ കണ്ടില്ലേ, ഇതിൻ്റെ വേറെ സംഭവം അല്ലേ? അതെ, നമ്മൾ നേരത്തെ മറ്റേ ലക്ഷദ്വീപിലെ പെഡസ്ട്രൽ റൊട്ടേറ്റിംഗ് കണ്ടില്ലേ, അതിൻ്റെ തന്നെ കാസർഗോഡ് ഉപയോഗിച്ചിരുന്ന വലിയത്. ഇതിൻ്റെ മുകളിലാണ് നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിച്ച് കത്തിച്ച സാധനം കാണാൻ പറ്റുന്നത്. കയറിയോ? പടിയൊക്കെ മറ്റേ കിരീരി സൗണ്ട്. എല്ലാം വുഡനാണ്, ഫ്ലോറെല്ലാം വുഡനാണ്, അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കുന്നത്. ഇതാണ് ആലപ്പുഴയിൽ ലൈറ്റ് ഹൗസ് സ്ഥാപിതമായ സമയത്തുണ്ടായിരുന്ന ലാമ്പ്. ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന തിരിവിളക്കായിരുന്നു ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഈ ലെൻസിൽ കൂടെ വലിയ ലൈറ്റ് ആയിട്ട് കൂടുതൽ ദൂരത്തേക്ക് പോർച്ചുഗീസുകാരുടെ ടെക്നോളജി എന്തോ. അതെ, പോർച്ചുഗീസുകാരാണ് ഈ ലെൻസ് നമുക്ക് ആലപ്പുഴയിലേക്ക് തന്നത്. ഇതിൽ മൊത്തം 9 വിളക്കാവുള്ള. 1 2 3 4 5 6 7 8 9. ഈ 9 വിളക്ക് വെച്ചിട്ടാണ് ആദ്യ സമയത്ത് ലൈറ്റ് ഹൗസ് വർക്ക് ചെയ്തത്. ഈ ഒരു ലൈറ്റാണ് കാസർഗോഡ് ഉപയോഗിച്ചിരുന്നത്. ഇത് എല്ലാ സൈഡിലും ലൈറ്റ് ഉണ്ട്, ഇത് റൊട്ടേറ്റ് ചെയ്യും ഫുൾ. ഇതിൽ ഒത്തിരി ബൾബുണ്ട്. ഇത് ഫിലമെൻ്റ് ആണ്. ഇത് ഫിലമെൻ്റ് ബൾബാണ്, ഫിലമെൻ്റാണ്. ഇതിലൊത്തിരി ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളിത് മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങുക. ഇനി നമുക്ക് ലൈറ്റ് ഹൗസിനകത്തേക്ക് കയറാം. 1860-കളിൽ ശ്രീ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവിൻ്റെ കാലത്താണ് ലൈറ്റ് ഹൗസിൻ്റെ പണി ആരംഭിക്കുന്നത്. 1862 മാർച്ച് 28 ശ്രീ ആയില്യം തിരുനാൾ രാമവർമ്മ രാജാവിൻ്റെ കാലത്താണ് നമ്മുടെ ലൈറ്റ് ഹൗസിൻ്റെ പണി പൂർത്തിയാകുന്നത്. സർ ഹ്യൂഗ് ക്രോഫോർഡ് എന്ന സ്കോട്ടിഷ് എഞ്ചിനീയറാണ് ഇതിൻ്റെ ശില്പി. 1862-കളിൽ വെളിച്ചത്തിനായി ആദ്യം ഉപയോഗിച്ചത് വെളിച്ചെണ്ണ ഒഴിച്ച് കത്തിക്കുന്ന തിരികളായിരുന്നു. 1952-ൽ ഗ്യാസ് ലൈറ്ററുകളിലേക്ക് അത് മാറി. 1960-കളിൽ കേരളത്തിൽ ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി അത് ഇൻകാൻഡൻസ് ബൾബുകളിലേക്കും പിന്നീട് 1999 മെറ്റൽ ഹാലൈഡ് ബൾബുകളിലേക്കും ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഈ തുള എന്തിനാണാവോ? അത് ഇടയ്ക്ക് ഓരോരോ ഫ്ലോറുണ്ട്. ആ ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു വ്യൂ കാണാൻ പറ്റും. ഈ ചെറിയ തുള എനിക്ക് അത്യാവശ്യം വലിപ്പം കാണാതിരിക്കില്ലേ? അത് ഇവിടുന്ന് നോക്കുന്നതുകൊണ്ടാണ് ചെറുത്. മുകളിൽ കയറിയിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. അത് വേണ്ടിയിട്ടാണ്. പല പല ഫ്ലോർ ഉണ്ടാവും ലൈറ്റ് ഹൗസിൽ, സാധാരണ അങ്ങനെയാണ്. ഇതുവഴി നടന്നു നോക്കുന്നത്. നമുക്ക് ഇതിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. അക്യുപഞ്ചർ നടക്കാൻ പോവാ. വലിയ രസമൊന്നുമില്ല, നമ്മൾ ഈ പഴയ റോഡിൽ കൂടെ നടക്കുന്ന ഒരു ഫീല്. ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കൂർത്ത കല്ലൊക്കെ ഉണ്ട്, കാല് വേനിക്കും. പണ്ടൊക്കെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, എല്ലാവരുടെയും കാലിൽ നല്ല മസിലൊക്കെ ആയിരുന്നു, സ്ഥിരം ചെരുപ്പില്ലാതെ നടന്ന്. ഇപ്പോൾ നമുക്ക് ഫുൾ ടൈം ചെരുപ്പിട്ട് നടന്ന് കാലിന് വേദന എടുക്കും. കാലിൻ്റെ അടിയൊക്കെ നല്ല സോഫ്റ്റ് എല്ലാവരുടെയും. അതെ, തനിക്കല്ലായിരുന്നോ പുച്ഛം? സായിപ്പന്മാർ നടക്കുന്നുണ്ടോ? ഭാരത സർക്കാർ കപ്പൽ ഗതാഗത മന്ത്രാലയം. അയ്യോ, എന്നാ ഒരു സാധനമാണോ അത്? അതെ അതെ. നമ്മൾ ഈ ലൈറ്റ് ഹൗസിൻ്റെ അകത്ത് കയറുന്നത് ഇതിൻ്റെ പുറകിൽ കൂടാണ്, ഫ്രണ്ടിൽ കൂടെ അല്ല. നമ്മൾ പുറകിൽ വരണം. എൻട്രി ബാക്ക് വശത്തല്ലേ? അതെ അതെ, എൻട്രി ബാക്ക് വശത്താണ്. ഇവിടെ ഈ മലയാളികളെക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു തമിഴ്, ഹിന്ദി. തമിഴിലും ഹിന്ദിക്കാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബായി കോട്ടയത്ത് വർക്ക് ചെയ്യുന്ന മണിപ്പൂരുകാരനാ. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചെരുപ്പ് ഊരി ഇട്ടിട്ടേ ലൈറ്റ് ഹൗസിനകത്തോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ചെരുപ്പ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. ചെരുപ്പല്ലാതെ ഇവിടെ ഇങ്ങനെ നിരത്തി അലുത്ത് കുലുത്ത് ഇടരുത്, അടുക്കി സൈഡിൽ വെക്കണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പോൾ എല്ലാവരും ചെരുപ്പൊക്കെ ഇതേപോലെ സൈഡിലിടണം, വലിച്ചു വരിയിടരുത്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ അകം. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ലൊക്കേഷൻ, ക്യാരക്ടർ, പാനൽസ്, സ്പീഡ് ഓഫ് റൊട്ടേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് 16 മൈൽസ് ദൂരെ വരെ, അല്ല 16 അല്ല 24.5 മൈൽസ് ദൂരെ വരെ
നമുക്കിതിൻ്റെ വെട്ടം കിട്ടും. മൊത്തം തടി വെച്ചല്ലേ ചെയ്തേക്കുന്നത് സ്റ്റെപ്സൊക്കെ? ഫുള്ള് വുഡൻ സ്റ്റെപ്പാണ്, തേക്കിൻ്റെ തടിയാണ്. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ അല്ലേ? തല മുട്ടാതെ കയറണം. എൻ്റെ ബാഗൊക്കെ ഇവിടെ തട്ടി. നമുക്ക് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല, ഒരു ഫ്ലോറുണ്ട്. ഇവിടെ പല ഫ്ലോറായിട്ടാണ്, അതുകൊണ്ട് നമുക്ക് മുകളിലേക്ക് നോക്കുമ്പോൾ ആ ഒരു വ്യൂ കിട്ടുന്നില്ല. അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. നല്ല ഭംഗിയുള്ളൊരു വ്യൂ സാധാരണ നമ്മൾ കാണുന്ന സാധനമില്ല ഇതിവിടെ. സാധാരണ ലൈറ്റ് ഹൗസിൽ ആ ഒരു വ്യൂ കിട്ടേണ്ടതാണ്. ഇവിടെ പിന്നെ നിർത്തമൊന്നുമില്ല കേട്ടോ, കയറിക്കൊണ്ടേയിരിക്കണം. വിശ്രമിക്കുന്ന സ്പേസ് ഒന്നുമില്ല. ഇല്ല, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇല്ലടാ, ഫുൾ ഇങ്ങനെ കവർ ചെയ്തിരിക്കുമല്ലേ, അതിൻ്റെ ഇടയിൽ കൂടെ കയറേണ്ടി വരും. കയറാൻ പറ്റും, ചാടി കയറിയാലും അങ്ങനെ സീനൊന്നുമില്ല. എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് തിരിച്ചു വരുമ്പോൾ എണ്ണി കൊടുക്കും. സന്ദർശകർ ലൈറ്റ് ഹൗസിൻ്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. പിന്നെ ഡ്രോണൊന്നും പറത്തരുത് കേട്ടോ ഇവിടെ വന്നിട്ടായിരിക്കും. അതെ, ഇവിടെ ഡ്രോണൊന്നും അലൗഡല്ല. ക്യാമറ ഇതിൻ്റെ പരിസരത്ത് വന്ന് ഡ്രോൺ പറത്തി കഴിഞ്ഞാൽ ഡ്രോണ് പോലീസ് സ്റ്റേഷനിലിരിക്കും. അത്യാവശ്യം കലുവേരിക്കുന്നതാ. ജയേഷൻ്റെ തല ഓരോ സ്റ്റെപ്പിലും പോയി ഇടിക്കുന്നുണ്ട്. സൂക്ഷിച്ച് നടന്നില്ലേ തലയിടിക്കും. അതെ, ഇവിടെ വിൻഡോ ഓപ്പൺ ആക്കിയിട്ടേക്കാണ്. വിൻഡോ ഓപ്പണാ, കാറ്റ് കയറണ്ടേ, ഇല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. താഴെയൊക്കെ കുറേ അടച്ചിട്ടേക്ക് വരും. നമ്മൾ ഏകദേശം ഇതിപ്പോൾ എത്രാമത്തെ ഫ്ലോറാണെന്ന് അറിയുമോ? മുകളിലെത്തിയടാ. മുകളിലെത്തിയോ? ആ, ഇതെവിടെ ഇതിൻ്റെ കൺട്രോൾ പാനൽസും കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലിൻ്റെ. ഇത് ഫുള്ള് ഇലക്ട്രോണിക് ആക്കിയല്ലേ? വയ്യ കൈസ് എന്നല്ലേ. അതെ, അയ്യോ, വിയർത്ത് കുളിച്ചൊരു പരുവായി. അയ്യോ, ഇനി മുകളിൽ കയറിയാൽ നമുക്ക് ലൈറ്റാണ് അവിടെ. അതെ, അതിൻ്റെ വെളിയിലിറങ്ങി നമുക്ക് പുറത്തെ വ്യൂസ് കാണാം. എന്തായാലും നമ്മൾ നല്ലോണം കുഴഞ്ഞിട്ടുണ്ട്, ഭയങ്കര ചൂടാണ് ഇതിനകത്ത്. സ്റ്റെപ്പ് തന്നെ അത്യാവശ്യം നല്ല കുത്തനെയുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിലെത്തുമ്പോൾ തന്നെ ടയർഡാവും, വിയർത്തൊഴിയാൻ തുടങ്ങി. പിന്നെ ഇവിടെ നിൽക്കാനും ഇരിക്കാനുള്ള സ്പേസ് ഒന്നുമില്ല. ഒറ്റ സ്ട്രെച്ചിന് കയറിങ്ങി പോകണം. മുട്ടേനൊക്കെ ഉള്ളവർ നോക്കി കണ്ടൊക്കെ കയറുക. മുട്ടനുള്ളവർ കയറാതിരിക്കുക. അതെ, അപ്പം ഞാൻ ആദ്യം കയറാം, അത് കഴിഞ്ഞ് ശേഷം കയറും. ഇപ്പം ചെറിയൊരു എന്താ കുത്തനുള്ളൊരു ഏണിയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സ്പേസും ഇല്ല, തല ഇങ്ങനെ ഇടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. നോക്കി കയറണം. ഇവിടെ ഒരു വിഞ്ചുണ്ട്. ഇത് ഈ വെയിറ്റുള്ള സാധനങ്ങൾ മുകളിലെത്തിക്കാനുള്ളതായിരിക്കും അല്ലേ? അതെ, ഇത് പക്ഷേ ഇവിടെ ഇത് തൂങ്ങിക്കിടക്കുന്നതിൻ്റെ നേരെ താഴെ സ്റ്റെപ്പാണ്. അപ്പോൾ അത് എങ്ങനെ പരിപാടിയെന്ന് നമുക്കറിയത്തില്ല, അത് ചെയ്യുന്നവർക്കറിയാം. എന്തായാലും കയറിക്കോ. കയറട്ടെ. ആ, ഇച്ചിരി വണ്ണമുള്ളവർക്ക് പാടായിരിക്കുമല്ലേ കയറാൻ? തലേന്ന് ഇടിക്കാതെ കയറണം. സ്പേസ് തീരെ കുറവ്. വണ്ണമുള്ളവർ എങ്ങനെ കയറൂടാ? അതാ, വണ്ണമുള്ളവർക്ക് കയറാൻ പറ്റില്ല. ഈ വെയില് മാളത്തിൽ നിന്ന് എലിയൊക്കെ പൊങ്ങി വരുന്നത്. ഇപ്പം നല്ല കാറ്റുണ്ടല്ലേ. ഹരിച്ചേ, എങ്ങനെയുണ്ട് വ്യൂ? വ്യൂ അടിപൊളി, കൊള്ളാം, കിടിലം വ്യൂ അല്ലേ? അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ നല്ല വ്യൂ ആണ്. വ്യൂ ഒക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്ക് ബൾബ് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സംഭവം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നമ്മൾ നേരത്തെ മ്യൂസിയത്തിൽ കണ്ടതുപോലെ തന്നെ ആ ഒരു സെയിം ലെൻസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ബൾബ് മാത്രമാണ് മാറ്റമുള്ളത്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ചെറിയ വലിപ്പം കുറഞ്ഞ ചെറിയ ബൾബാണ് ഇപ്പോൾ ഉള്ളത്. അത് 150 വാട്ട്സിൻ്റെ 230 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു മെറ്റൽ ഹാലൈഡ് ലാമ്പാണ് ഇപ്പോൾ ഉള്ളത്. 99 വരെ ഇൻകാൻഡസെൻറ്റ് ബൾബായിരുന്നു. നമ്മുടെ വീടുകളിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന ചുമലവട്ടമുള്ള ഫ്യൂസുള്ള ഫിലമെൻറ്റ് ബൾബ്. അതാണ് ഇൻകാൻഡസെൻറ്റ് അല്ലേ? അതെ, അതാണ് ഇൻകാൻഡസെൻറ്റ് ബൾബ്. അപ്പം അതാണ് 99 വരെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അത് മാറ്റി മെറ്റൽ ഹാലൈഡാക്കി. അപ്പം പിന്നെ ആ ഒരു ഫോക്കസ് ചെയ്യാനുള്ള ലെൻസും അത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നുമില്ല, നേരത്തെ മ്യൂസിയത്തിൽ കണ്ടത് തന്നെ. അതുപോലെ തന്നെ നമ്മുടെ ഈ ബൾബ് ഉണ്ടല്ലോ, ഈ ബൾബ് 150 വാട്ടിൻ്റെ ആ ബൾബും ആ ഒരു ലെൻസും കൂടെ ചേർന്നിട്ടുള്ള ഫോക്കൽ ലെങ്ത് വെച്ചിട്ട് 24 നോട്ടിക്കൽ മൈൽ വരെ ഇതിൻ്റെ ലൈറ്റ് എത്തും. അതായത് ഏതാണ്ട് 45 കിലോമീറ്റർ, 45 പോയിന്റ് സംതിങ് കിലോമീറ്റർ. അപ്പം അത്രയും ദൂരമുള്ളവർക്ക് വരെ, കടലിൽ നിന്ന് വരുന്നവർക്ക് ഈ ലൈറ്റ് കാണാൻ പറ്റും.
കരയിലേക്ക് എത്രയും കിട്ടുമോന്ന് അറിയത്തില്ല. ബിൽഡിങ്സും മരങ്ങളും ഇല്ലല്ലേ, പ്രശ്നമില്ല. ഇത്രയും ഹൈറ്റുള്ള ബിൽഡിങ്സ് ഇവിടെ ഇല്ല വേറെ. അപ്പം കിട്ടും. ഇതിപ്പം ഫുള്ള് വൈറ്റ് ക്ലോത്ത് ഇട്ട് മറച്ചേക്കുവാണ്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ ആ ബൾബ് വെച്ചേക്കുന്ന ആ പ്ലേസ്. ഫുൾ അവർ ക്ലോത്ത് വെച്ചിട്ട് മറച്ചേക്കും. അത് വെയിലടിച്ചിട്ടേ ബൾബ് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. വെയിലടിക്കാതിരിക്കാനായിരിക്കും. ഇത്രയും ഭാഗത്തില്ല, ഫ്രണ്ടിലോട്ട് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും ഭാഗത്ത് ബാക്കിലോട്ട് കിട്ടത്തില്ല. ഇവിടെ ഇത്രയും കവർ വെച്ച് മറ്റേ സാധനം വെച്ച് മറച്ചേക്കും. കടലിലേക്ക് മാത്രമേ വെട്ടം വരൂ, കരയിലേക്ക് വെട്ടം വരത്തില്ല. മറ്റേ ഫുള്ളായിട്ട് റൗണ്ട് അടിച്ചിരുന്ന കരയിലേക്ക് പോയാൽ. അതെ. ഇതാണ് കിളിവാതിൽ. ഈ കിളിവാതിൽ കൂടെ നമ്മൾ കയറി വരുന്നത്. നമുക്ക് കാണാൻ പറ്റും ബീച്ചിലെ പാരാഗ്ലൈഡ് പറന്ന് നടക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ എന്തൊരു പ്രത്യേക സാധനത്തിന് ഓർമ്മിച്ചോ? ഏറ്റവും നീളം കൂടിയ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ അല്ല, ബീച്ച് എലവേറ്റഡ് ഹൈവേ അല്ലേ? ബീച്ച് എലവേറ്റഡ് ഹൈവേ ആണ്. പിന്നെ ഇവിടെ നമ്മുടെ ആലപ്പുഴയുടെ സ്വന്തം സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല വ്യൂ ആണ് ചുറ്റും. ഇവിടെ നമ്മുടെ മുപ്പാലം കാണാം. മുപ്പാലം അല്ലല്ലോ, ഇപ്പം 4 പാലം. അല്ല, മുപ്പാലം തന്നെ പേര് വെച്ചേക്കും. അതെ, പേര് മുപ്പാലം എന്ന് തന്നെയാണ്, പക്ഷെ അതിപ്പം 4 പാലമാണ്. അപ്പോൾ നമ്മൾ ലൈറ്റ് ഹൗസിന് മേളിലെത്തിയപ്പം കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. എല്ലാവരും ഒരു ഹൈ. അപ്പോൾ നമ്മൾ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഫുള്ള് കവർ ചെയ്തിട്ട് ഫുൾ ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവുമോ? ഇനി വിട്ടുപോകാൻ ചാൻസ് ഇല്ല. നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ എല്ലാം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈൻ ഔട്ട്.